ദേ പെണ്ണെ, അനാവശ്യം പറയത്, ഞാൻ അങ്ങനെയൊന്നല്ല. അവനവിടെ കൈ പിടിക്കാൻ നോക്കിക്കൊണ്ട് പറഞ്ഞു. ഓ, ഞാൻ പറയുമ്പോ അനാവശ്യം നിങ്ങൾ കാണിക്കാം. എവിടെ വിളിക്ക് ഈ കുടുംബത്തിലുള്ളവരെ. ഇപ്പൊ എനിക്ക് എല്ലാവരോടും എല്ലാ സത്യവും വിളിച്ചു പറയണം. അപ്പാ! അവൾ അലറി വിളിച്ചു. ഞൊടിയുടെ നന്ദൻ അവിടെ വായ പൊത്തി പിടിച്ചു. പൊന്നു കുഞ്ഞെ നാറ്റിക്കല്ലേ, ഞാൻ എന്ത് വേണം ചെയ്യാം. നീ ബഹളം വെച്ച് ആളെ കൂട്ടല്ലേ പ്ലീസ്, ഞാൻ കാല് പിടിക്കാം. അവൻ അവിടെ മുമ്പിൽ കെഞ്ചി. ഗൗരി ഏതാണ്ടൊക്കെ പറഞ്ഞു. ഇത് ഏത് ഭാഷ? നന്ദൻ അന്തം വിട്ടു. അവൾ അവന്റെ കയ്യിൽ കയറി പിടിച്ചു. വായി മൂടി പിടിച്ച പിന്നെ സംസ്കൃത ശ്ലോകം ചൊല്ലാൻ പറ്റുമോ? ഗൗരി അവനെ കൂർപ്പിച്ച് നോക്കി ചോദിച്ചു. നന്ദൻ അതിന് മറുപടിയായി ഒന്ന് വിളിച്ചു കാണിച്ചു. ശരി, ഇപ്പൊ ഞാൻ ആരോടൊന്നും പറയുന്നില്ല. പക്ഷെ മേലാൽ എന്നെ കളിയാക്കിയ അപ്പൊ എന്റെ തനി സ്വഭാവം കാണും. എല്ലാം ഞാൻ എല്ലാവരോടും വിളിച്ചു പറയും. വേണം നിങ്ങൾ എന്നെ പീഡിപ്പിച്ചെന്ന് പറയും. ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. അവൾ കട്ടിൽ നിന്ന് എഴുന്നേറ്റ് നടന്നു. ആ ലാസ്റ്റത്തെ ദാറ്റ് പല്ല് തേക്കാത്തോണ്ട് നന്ദന് ശരിക്കും കിട്ടി. അതിന്റെ ഹാങ് ഓവർ മാറാതെ നന്ദൻ കിറങ്ങിയിരുന്നു. ഗൗരി വാതിലൂർന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഡെന്നി വരുന്ന കണ്ടു. അവനെന്ന് കൂർപ്പിച്ച് നോക്കി. അവൾ തുള്ളിക്കളിച്ച് ലച്ചുവിന്റെ റൂമിലേക്ക് വിട്ടു. ഡെന്നി വേഗം അകത്തേറി വാതിലടച്ചു. കിളിപോയ കണക്കിരിക്കുന്ന നന്ദനെ കണ്ടതും അവനൊരു പിള്ളിയെടുത്ത് അവൻ എറിഞ്ഞു. നീ എന്താടാ രാവിലെ തന്നെ വല്ല കഞ്ചാവ് വലിച്ചു കയറ്റിയോ? നന്ദൻ അവൻ ഇരുത്തി നോക്കിക്കൊണ്ട് ചോദിച്ചു. ഇത് അതുക്കും മേലെ. നന്ദനൊന്ന് തലവിടിഞ്ഞുകൊണ്ട് പറഞ്ഞു. ആ, അതൊക്കെ പോട്ടെ, അവള് പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ലല്ലോ. ഡെന്നി ആകാംക്ഷയോട് ചോദിച്ചു. ഹാ, ഇങ്ങോട്ട് വന്നേ നീ, ഇവിടെ ഇരുന്ന് ചേട്ടൻ പറയട്ടെ, ബാ ബാ. നന്ദൻ അവനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു. ഏയ് വേണ്ട, വേണ്ടാത്തോണ്ടാ. ഡെന്നി നൈസായി എസ്കേപ്പ് അടിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. പക്ഷെ എല്ലാം പാളി. നന്ദൻ അവനെ വലിച്ച് ബെഡിലിട്ടു. പിന്നെ അവിടെ എന്താ നടന്നതെന്ന് എനിക്കറിയാൻ പാടില്ല. പിഞ്ചു മനസ്സായെന്റെ. ആരെങ്കിലും കരയുന്നുണ്ട് എന്റെ മനസ്സല്ലേ? എന്നാ നിങ്ങൾ പോയി നോക്കിയിട്ട് വാ. ബാക്ക്ഗ്രൗണ്ടിൽ ഡെന്നിയുടെ അയ്യോ അമ്മേ തലല് എന്ന ചെറിയ ചെറിയ വാക്കുകൾ മുഴങ്ങി കേട്ടു. ട്രീസയും ലച്ചും കാറിൽ അക്ഷമരായി ഇരിക്കുകയാണ്. കുറെ നേരമായി ഈ ഇരിപ്പ് തുടങ്ങിയിട്ട്. സംഭവം വേറൊന്നല്ല, രാവിലെ പള്ളിയിൽ പോവാന്ന് പറഞ്ഞിട്ട് ഒരുങ്ങാൻ പോയതാണ് പപ്പയും മോളും. ഈ നേരമായിട്ട് എത്തിയിട്ടില്ല. ലച്ചു ഒരു സിമ്പിൾ കോട്ടൺ ചുരിദാറാണ് ഇട്ടിരുന്നത്. വെള്ളയും നീല ഇടകലർന്ന ചുരിദാറിൽ അവിടെ ഭംഗി തെളിഞ്ഞു കണ്ടു. യാതൊരുവിധ സമയങ്ങളും ഉണ്ടായിരുന്നില്ല. നെറ്റിലൊരു വെള്ള കല്ല് പൊട്ടു മാത്രം. ഡെന്നി ചീത്ത പറയുന്നുകൊണ്ട് കണ്ണ് കടുപ്പിച്ച് എഴുതിയിട്ടുണ്ട്. മുടി കുറച്ചെടുത്ത് ക്ലിപ്പിട്ടിരുന്നു. ഇവരുടെ വല്ല നാടകവും നടക്കുന്നുണ്ട് അവിടെ. നേരം കുറയാലും ഒരുങ്ങാന്ന് പറഞ്ഞു പോയിട്ട്. പെണ്ണുങ്ങൾക്ക് വേണ്ടല്ലോ ഇത്രയും നേരം. ട്രീസ് അകത്തേക്ക് നോക്കി പിറുവിറുത്തു. എനിക്കറിഞ്ഞൂടാ അമ്മച്ചി, ഞാൻ ചെന്നപ്പോ എന്നെ താഴേക്ക് ഓടിച്ചു വിട്ടു. അല്ലെങ്കിൽ അവരെണ്ണം കൂടിയ ഞാൻ പുറത്താ. എന്റെ മോവരട്ടെ ശരിയായി കൊടുക്കുന്നുണ്ട്. ലച്ചു ഏതോ ഓർമ്മയിൽ പറഞ്ഞു. അത് കേട്ടതും ട്രീസ് അവളെ ചെറിഞ്ഞു നോക്കി. അബദ്ധം മനസ്സിലായതും അവൾ നാവ് അടിച്ചുകൊണ്ട് ട്രീസയെ നോക്കി നല്ലൊരു ഇളി പാസാക്കി. മതിയടി മതി, വല്ലാണ്ടങ്ങ് ചിരിക്കല്ലേ. ഒരെണ്ണോ നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി. പള്ളിയിൽ അച്ഛനെ കണ്ട് കെട്ടിന്റെ കാര്യങ്ങൾ അത് തീരുമാനിക്കട്ടെ, എന്നിട്ട് മതി നിന്റെ മ്യോൻ. ട്രീസ് അവളെ പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു. അയ്യ അമ്മച്ചി, ഞാനാ ടൈപ്പല്ല. പറഞ്ഞു വന്നപ്പോ ആ ഒരു ഫ്ലോയില് വന്നതാ. ലച്ചു രക്ഷപ്പെടാനെന്ന പോലെ പറഞ്ഞു. അയ്യോ, അമ്മച്ചിയുടെ മോളൊന്നും അറിയാതെയാണല്ലോ ഒരെണ്ണ വയറ്റിലായത്. എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കല്ലേ. സത്യം പറടി, ഇന്ന് രാത്രി എന്റെ സൽപുത്രം എവിടെ കിടത്? ട്രീസ് അവൾ നോക്കി കണ്ണുരുട്ടി. നാറ്റിച്ച്. ലച്ചു തിരിഞ്ഞിരുന്നു. ട്രീസ് അതുകൊണ്ട് ചിരിച്ചു. കെട്ടിന് മുന്നേ ഇങ്ങനെ അമ്മായിമ്മ പൂരി എടുക്കുകയാണെങ്കിൽ കെട്ട് കഴിഞ്ഞ് നിങ്ങളെ വല്ല വൃദ്ധസ്ഥാനത്തിലാക്കും തള്ളേ. എന്നിട്ട് നിങ്ങളുടെ മോനെ കൊണ്ട് ഞാൻ നാട് വിടും. ലച്ചു ട്രീസയെ നോക്കി പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു. ഓ, ഈ പ്രായത്തിൽ നിങ്ങളുടെ കൂടെ നാട് വിടാനൊന്നും വയ്യടി കൊച്ചെ. എന്നെ ആ വൃദ്ധസ്ഥാനം തന്നെ ആക്കിയേര്. അതാകുമ്പോ കൂട്ടിന് കുറെ ഫ്രണ്ട്സിന് കിട്ടുമല്ലോ. ട്രീസ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഓ, വയസ്സാം കാലത്ത് നല്ല നല്ല തൈക്കളവന്മാരെ സെറ്റാക്കാനുള്ള സൈക്കോളജിക്കൽ മൂവ്. വാവ്. ലച്ചു ട്രീസയെ ഇരുത്തി നോക്കി. ദേ പെണ്ണെ. ട്രീസ അവളെ തല്ലാനായി കയ്യോങ്ങി. ആ തല്ല് എന്റെ ഇച്ഛായം വട്ടെ, ഞാൻ പറഞ്ഞു കൊടുക്കും. ലച്ചു പറഞ്ഞു. ഓ, നിന്റെ ഇച്ഛായൻ എന്നെ മൂക്കി വലിച്ചേറ്റും, ഒന്ന് പോയേടി. ട്രീസ അവളുടെ കവിളിൽ കുത്തിക്കൊണ്ട് പറഞ്ഞു. ലച്ചു ഒരു ചിരിയോടെ അവരെ ചുറ്റിപ്പിടിച്ച് തോളിലേക്ക് തലയായിച്ചു. രണ്ടുപേരുടെയും കണ്ണിലൊരു നീർത്തിളക്കമുണ്ടായിരുന്നു. പള്ളിയിൽ പോയി ജോർജിനെ കാണുന്ന പിടപ്പ് രണ്ടുപേരുടെയും ഉള്ളിലുണ്ടായിരുന്നു. അതിനൊരു മറയായിരുന്നു ഈ അഭിനയം. ഇവരിതെവിടെ? ലച്ചു അക്ഷമയോടെ പുറത്തേക്ക് നോക്കി. പടിയിറങ്ങി വരുന്ന ഡെന്നിയെ കണ്ട് അവൾ വാപൊളിച്ചു. ലച്ചുവിന്റെ നോട്ടം പിന്തുടർന്ന് നോക്കിയ ട്രീസയും ഡെന്നിയുടെ കയ്യിൽ തൂങ്ങി വരുന്ന മിഴിയെ കണ്ട് അന്തം വിട്ടു. ഡെന്നി ഒരു വെള്ള ഷർട്ടും വെള്ളമുണ്ടുമാണ് വേഷം. താനി അച്ചായൻ. മുടിയെല്ലാം ഒതുക്കി വെച്ചിട്ടുണ്ട്. മീശ പിരിച്ചു വെച്ചിരിക്കുന്നു. രോമങ്ങൾ നിറഞ്ഞ കയ്യിൽ ബ്ലാക്ക് സ്ട്രാപ്പിന്റെ ഒരു വാച്ച്, മറുകയിൽ സിൽവർ ബ്രേസ്ലെറ്റ്. എല്ലാത്തിനും ഉപരി മുകളിൽ തുറന്നിട്ട് 2 ബട്ടണിടയിലൂടെ തൂങ്ങിയാടുന്ന സ്വർണ്ണ കുരിശുമാല. അവൻ മുണ്ട് മടക്കി കുത്തി മുറ്റത്തേക്ക് ഇറങ്ങി. അവന് പുറകെ മിഴി. ഒരു വൈറ്റ് ഓഫ് ഷോൾഡർ ലൂസ് ക്രോപ്പ് ടോപ്പാണ് വേഷം. ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്റ്റെപ്സ് ഉള്ള ഒരു പരാസോയും. വൈറ്റ് സ്നീക്കേഴ്സ് ഇട്ടിട്ടുണ്ട്. മുടിയെല്ലാം പോണിറ്റയിൽ കെട്ടിയിരിക്കുന്നു. നടക്കുന്നതിനനുസരിച്ച് മുടി കിടന്ന് ആടുന്നുണ്ട്. ഡെന്നിയേക്കാൾ ആറ്റിറ്റ്യൂഡാണ് ആ കാന്താരിയുടെ മുഖത്ത്.
അവരുടെ കൂടെ ഒരു ബ്ലൂ ഷർട്ടും ഇട്ട് നന്ദനുമുണ്ട്. അവനും വെള്ളമുണ്ടാണ്. നെറ്റിയിലേക്ക് വീഴുന്ന മുടിയകളെ കൈകളാൽ മാടിയൊതുക്കി അവൻ നടന്നു. 3 പേര് നടന്ന് കാറിന്റെ അടുത്തെത്തി. ഡെന്നി ഒരു ചിരിയോടെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി. നന്ദൻ കോ ഡ്രൈവിംഗ് സീറ്റിൽ കയറി മിഴിയെ മടിയിലിരുത്തി. ലച്ചു അപ്പോഴും തുറന്നവ അടച്ചിട്ടുണ്ടായിരുന്നില്ല. ഡെന്നി മേലെ തലചരിച്ച് അവളെ നോക്കി കണ്ണിറുക്കി. ലച്ചു പെട്ടെന്ന് ഞെട്ടിക്കൊണ്ട് തിരിഞ്ഞ് പുറത്തേക്ക് നോക്കിയിരുന്നു. നിങ്ങളുടെ 3ന്റെ വല്ല ബാലയുണ്ട് പള്ളിയിൽ. നേരം കുറെ ആയി ഞങ്ങൾ കാത്തിരിക്കുന്നു. പെണ്ണുങ്ങൾക്ക് വേണ്ടല്ലോ ഇത്രയും സമയം. ട്രീസ മുഖം വീർപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ഒന്ന് ചുമ്മായിരിക്കും ടീസൊക്കെ വെച്ച് ഇങ്ങനെ കുശുമ്പ് കാണിച്ചല്ലേ. മിഴി നന്ദന്റെ മടിയിൽ ഇരുന്നോണ്ട് പറഞ്ഞു. നീ പോടി, നീ വല്ലാണ്ട് മിണ്ടണ്ട. അപ്പം കള്ളനാണെങ്കിൽ കള്ളന് കഞ്ഞി വെച്ചോളാ നീ. ട്രീസ മുഖം കൂട്ടിക്കൊണ്ട് പറഞ്ഞു. ശരി ശരി, ഇനി നേരം കളയണ്ട, വാ പോവാ, നന്ദൻ പറഞ്ഞു. ഡെന്നി ഒരു ചിരിയോടെ വണ്ടിയെടുത്തു. അപ്പോഴേക്കും ഗേറ്റ് കിടന്ന് ഓടിപ്പിടഞ്ഞ് ഗൗരി എത്തി. ഒരു ലൈറ്റ് ബ്ലൂ ചുരിദാറിൽ പാറി പറന്നു വരുന്ന ഗൗരിയിലായിരുന്നു നന്ദന്റെ കണ്ണുകൾ. അവൾ അടുത്തെത്തിയതും അവൻ മുഖം തിരിച്ചിരുന്നു. നന്ദനെ നോക്കി പുച്ഛിച്ച് ഗൗരി പുറകിലേക്ക് കയറി. ഗൗരി എത്തി, ഇനി വണ്ടി വിട്ടോ. അവൾ ഡോറടിച്ച് മുടിയൊക്കെ ഒതുക്കിക്കൊണ്ട് പറഞ്ഞു. അവിടെ ബിരിയാണിയൊന്നും കൊടുക്കുന്നില്ല, നീ എങ്ങോട്ടേക്ക് ചാടിത്തുള്ളി? നന്ദൻ തിരിഞ്ഞ് അവൾ നോക്കിക്കൊണ്ട് ചോദിച്ചു. പിന്നെ പാൽപ്പായസം അവിടെ കൊടുക്കുന്നുണ്ടെന്ന് കേട്ടിട്ടാണോ വാദിയാരി തേച്ച് വടിയാക്കിയ ഡ്രസ്സൊക്കെ ഇട്ട് ഇറങ്ങിയത്? ഗൗരി വിട്ടുകൊടുക്കാതെ പറഞ്ഞു. നാക്കിലെ പണ്ടേ കുറുക്കൻ കൊണ്ടുപോയാന് പിശാസിനെ, നന്ദൻ പിറുവിറുത്തോട് പറഞ്ഞു. എന്തേലും പറഞ്ഞായിരുന്നോ? ഗൗരി മുന്നിലേക്ക് ആഞ്ഞുകൊണ്ട് ചോദിച്ചു. അങ്ങോട്ടൊന്നും പറഞ്ഞില്ലേ? നന്ദൻ മുന്നോട്ട് നോക്കി പറഞ്ഞു. ഇങ്ങോട്ടൊന്ന് വന്നേ. ഗൗരി അവനരികിലേക്ക് കൂടുതൽ ആഞ്ഞുകൊണ്ട് വിളിച്ചു. എന്താ? നന്ദൻ താല്പര്യമില്ലാത്ത പോലെ ചോദിച്ചു. വല്ലാണ്ടങ്ങ് പുച്ഛിക്കല്ലേ, രാവിലെ പറഞ്ഞൊന്നും മറന്നിട്ടില്ലല്ലോ. ഇനി മറന്നു എന്നാണ് ഞാൻ ഒന്നുകൂടി ഓർപ്പിക്കാം. എന്തേ വേണോ? അവൾ പുരികം പൊക്കിയും താഴ്ത്തിയും അവന് മാത്രം കേൾക്കാൻ പാകത്തിന് ചോദിച്ചു. നന്ദൻ ഞെട്ടി ചുറ്റും നോക്കി. അവൻ കഷ്ടപ്പെട്ട് ഉമിനീരിറക്കി അവളെ നോക്കി വേണ്ട എന്ന രീതിയിൽ തലയിളക്കി. എന്താ ഭയരിക്കട്ടും. ഗൗരി അതും പറഞ്ഞ് സീറ്റിൽ ചാരിയിരുന്നു. നന്ദന്റെ വിളറി ഇരിപ്പുണ്ട്. ഡെന്നി ചിരിച്ചു. ചുണ്ടിനടിയിൽ വെച്ച് തന്നെ നല്ല 4 മലയാളം നന്ദൻ പറഞ്ഞു കൊടുത്തപ്പോൾ ആ ചിരി നിന്നു. ഒന്ന് വേഗം പോവോ, കുറെ നേരമായി ഞാൻ ഇച്ചിനു, മിഴി ഗൗരവത്തിൽ പറഞ്ഞു. ഓ ദേ പോയി വേണം. ഡെന്നി അവളുടെ തലയിൽ കൂട്ടിക്കൊണ്ട് വണ്ടിയെടുത്തു. പള്ളിമുറ്റത്ത് വണ്ടി നിർത്തിയപ്പോൾ എല്ലാവരും ഇറങ്ങി. ഒരുപാട് പടികൾ കയറി പൊക്കത്തിലാണ് പള്ളി. മിഴി താഴെന്ന് അത്ഭുതത്തോടെ മുകളിലേക്ക് നോക്കുന്നുണ്ട്. പപ്പി എന്തോന്നും പതികല, എനിക്ക് വയ്യാണ്ടാവും. പപ്പ എന്നെ എടുത്തോട്ടോ. മിഴി വേഗം ഡെന്നിയെ ചുറ്റിപ്പിടിച്ച്. എടി കള്ളിപ്പണ്, മര്യാദക്ക് നടക്ക്. ആ കുഞ്ഞിക്കാല് വെച്ച് ഓടി ഓടി കയറിക്കോ. നോക്കട്ടെ പപ്പയുടെ കുഞ്ഞ് സ്ട്രോങ് ആണോന്ന്. ഡെന്നി അവളെ കളിയായിക്കൊണ്ട് പറഞ്ഞു. മിഴി വേഗം നന്ദനെ നോക്കി. നന്ദനെ കാണാത്ത പോലെ മുകളിലേക്ക് നോക്കി. ലച്ചുവിലേക്കും ട്രീസിലേക്കും നോട്ടെത്തിയതും ഇത് തന്നെ അവസ്ഥ. അവസാനം അവളുടെ നോട്ടം ഗൗരിയിലെത്തി. കോയി, മിഴി കൊഞ്ചിക്കൊണ്ട് വിളിച്ചു. എന്റെ പൊന്നു കുഞ്ഞെ, എനിക്ക് വയ്യ. ഈ തണ്ടും തടിയുള്ള 2 അവിടെ പാറ പോലെ നിൽക്കുമ്പോ എന്റെ മുഖത്ത് നോക്കി പറയുന്ന എനിക്ക് എങ്ങനെ തോന്നി? ദേ വാദ്യാരെ കൊച്ചിനെ എടുത്തോ, ഗൗരി നന്ദനോട് പറഞ്ഞു. നീ പോ. ബാക്കി പറയാൻ വന്ന് അവൻ ഗൗരിയുടെ നോട്ടത്തിൽ മുമ്പ് നിർത്തി. ബാ, നന്ദൻ മിഴിയെ വിളിച്ചു. മിഴി സന്തോഷത്തോടെ അവന്റെ കയ്യിൽ ഓടിക്കയറി. ഇങ്ങനെ എടുത്തുകൊണ്ട് നടന്നാറേ ഈ ഡ്രസ്സിന്റെ ഭംഗിയൊന്നും ആരും കാണില്ല കേട്ടോ, നന്ദൻ പടികൾ കയറിക്കൊണ്ട് പറഞ്ഞു. ഓ അതൊന്നും ശാരില്ല നന്ദച്ച, എനിക്ക് അങ്ങനെ ആരും കാണുന്ന നിർബന്ധമൊന്നുമില്ല, മിഴി അവന്റെ കയ്യിലിരുന്നുകൊണ്ട് പറഞ്ഞു. എന്നാ പിന്നെ തുണിയില്ലാണ്ട് വന്നാ പോരെ? നന്ദൻ പിറുവിറുത്തോണ്ട് പടികൾ കയറി. പിന്നിലൊരു ചിരിയോടെ ബാക്കിയുള്ളവർ നടന്നു. കുർബാന തുടങ്ങാൻ സമയമായപ്പോൾ ഡെന്നിയും ട്രീസിയും ലച്ചുവും മിഴിയെ കൊണ്ട് അകത്തേക്ക് കയറി. നീ പോണില്ലേ? നന്ദൻ കയറാൻ നിൽക്കുന്ന ഗൗരിയെ നോക്കി ചോദിച്ചു. ഏയ് എനിക്ക് അച്ഛന്റെ പ്രസംഗം കേട്ടാൽ തന്നെ ഉറക്കം വരും, ഗൗരി അലസമായി പറഞ്ഞു. പിന്നെ എന്തിനാണാവും തമ്പുരാട്ടി ഉടുത്തൊരുങ്ങി വന്ന്? അവൻ സൈഡിലുള്ള അരബിത്തിലിരുന്നോണ്ട് ചോദിച്ചു. ഞാൻ വാദിയുടെ തലയിൽ കയറി ഇരുന്നല്ലോ വന്ന്, അതുകൊണ്ട് വല്ലാണ്ട് ഡയലോഗൊന്നും വേണ്ട കേട്ടോ. അവൾ അവനെ പുച്ഛിച്ച് കുറച്ച് മാറിയിരുന്നു. എന്താ പൊന്നു മോളെ നിന്റെ നാക്ക്, അവൻ തലയിൽ കൈവച്ച് പറഞ്ഞു. ഞാനെപ്പോഴാ നന്ദേട്ടന്റെ പൊന്നുമോളായത്? ദേദേ വല്ലാണ്ട് കയറി ഒട്ടാൻ വരല്ലേ? അവൾ അവനെ നോക്കി പറഞ്ഞ് തിരിഞ്ഞിരുന്നു. എന്തുകൊണ്ടോ അവളുടെ ചുണ്ടിലൊരു പുഞ്ചിരി തത്തിക്കളിച്ചിരുന്നു. അപ്പോഴാണ് ഒരു കൂട്ടം ആമ്പിള്ളേർ അങ്ങോട്ട് വന്നു. ഗൗരിയെ കണ്ടതും അവരവിടെ തട്ടിമുട്ടി നിൽക്കാൻ തുടങ്ങി. നന്ദന്റെയും ഗൗരിയുടെയും ഇടയിൽ സ്ഥലം കണ്ടതും അവരവിടെ കയറിയിരുന്നു. നന്ദനാണെന്ന് കരുതി തിരിഞ്ഞു നോക്കിയ ഗൗരി പരിചയമില്ലാത്തവരെ കണ്ട് കുറച്ച് നീങ്ങിയിരുന്നു. അവൾ നീങ്ങുന്നതിനനുസരിച്ച് അവർ നീങ്ങി വന്നു. അവൾ നന്ദനെ നോക്കി. അവിടെ ദേഷ്യം കടിച്ചു പിടിച്ച് ഞരമ്പൊക്കെ വലിഞ്ഞു മുറുകി ഇപ്പോൾ പൊട്ടെന്ന് പറഞ്ഞ അവസ്ഥയാണ്. അത് കണ്ടതും ഒരു കുസൃതി തോന്നി അവൾ നീങ്ങുന്നത് നിർത്തി. അനക്കുനിന്നും അവരിൽ ഒരുത്തൻ അവളെ നോക്കി. അവൾ നല്ല വെടിപ്പായി ചിരിച്ചു കൊടുത്തു. പൊട്ടനിൽ ഓട്ടയടിച്ച പോലെ അവൻ 32 പല്ലും കാണിച്ച് തിരിച്ചു. ഹായ് മോളു, എന്താ പേര്? കോഴി ചീക്കി പെറുക്കാൻ തുടങ്ങി. ഗൗരി. ചേട്ടന്റെ പേരെന്താ? അവൾ അതിലേക്ക് കുറച്ച് അരിമണി വാരിയിട്ടുകൊണ്ട് ചോദിച്ചു. പ്രണവ്.
അവൻ മുടിയൊക്കെ ഒതുക്കി സ്റ്റൈലിൽ പറഞ്ഞു. അയ്യോ, ലാലേട്ടന്റെ മോന്റെ പേര് സോ സ്വീറ്റ്. അവൾ നന്ദനെ ഇടം കണ്ടിട്ട് നോക്കിക്കൊണ്ട് പറഞ്ഞു. അവിടെ ഇപ്പൊ പൊട്ടു എന്ന് പറഞ്ഞ ഇരിപ്പാണ്. ആണല്ലേ, മോളൂന്റെ പേര് നല്ലതാ. ഞാൻ ഗൗരിക്കുട്ടിന്ന് വിളിക്കാമേ. അവൻ ഇത്തിരി അധികം പഞ്ചാര അയച്ചുകൊണ്ട് പറഞ്ഞു. പോടാ പട്ടി. അവൾ പെരുവിടുത്തു. എന്താ? അവൻ കേൾക്കാത്തോണ്ട് ചോദിച്ചു. ഏയ്, നല്ല മുടിന്ന് പറയായിരുന്നു. അവൾ അവന്റെ കാക്കത്തലയിൽ നോക്കിയോണ്ട് പറഞ്ഞു. ആണോ? എല്ലാവരും പറയും. അവൻ ഇരുന്നിരിപ്പിൽ 2 ഇഞ്ച് പൊങ്ങി. വാ ചേട്ടാ, നമുക്കൊരു സെൽഫി എടുക്കാം. ഗൗരി നന്ദൻ കേൾക്കാനായി ഉറക്കെ പറഞ്ഞു. കേൾക്കേണ്ട താമസം. നമ്മുടെ കോഴിക്കുട്ടൻ ഫോണും പൊക്കി പിടിച്ചിരുന്നു. നിമിഷ നേരം കൊണ്ട് അവന്റെ ഫോൺ വായുവിൽ പറന്നു. ഗൗരി ഞെട്ടിക്കൊണ്ട് നോക്കിയപ്പോൾ കണ്ടു സർവൻ ചുട്ടിരിക്കാനുള്ള ചൂടിൽ നിൽക്കുന്ന നന്ദനെ. അവന്റെ ആഭാവം അവളിൽ പേടി നിറച്ചെങ്കിലും അത് പുറത്തു കാണിക്കാതെ അവിടെ ഇരുന്നു. എടികടി! അവൻ കണ്ണടച്ച് ദേഷ്യം കൺട്രോൾ ചെയ്തുകൊണ്ട് പറഞ്ഞു. അതെ, ഇയാളാരാ? പ്രണവ് കിട്ടിയ അവസരം പാഴാക്കാതെ ചോദിച്ചു. നന്ദൻ കൈവീശി അവനൊന്ന് പൊട്ടിച്ചു. അവന്റെ കിളികൾ കൂടും കുടുക്കിയെടുത്ത് രാജ്യം വിട്ടു. അത് കണ്ടതും ഗൗരി ചാടി എഴുന്നേറ്റു. അവന്റെ കൂട്ടാളികൾ എഴുന്നേറ്റു. നന്ദൻ അവരൊന്ന് ഇരുത്തി നോക്കി. അവരപ്പോൾ തന്നെ തിരിഞ്ഞോടി. വാടി! നന്ദൻ ഗൗരിയുടെ കയ്യിൽ പിടിച്ച് നടന്നു. എങ്ങോട്ടോ? വിട്! അവൾ കൈ വിടുവിക്കാൻ നോക്കിക്കൊണ്ട് പറഞ്ഞു. നന്ദൻ അതൊന്നും കേൾക്കാതെ അവളെയും വലിച്ചുകൊണ്ട് ആരുമില്ലാത്തൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി. അവിടെയുള്ള ചുവരിലേക്ക് അവളെ തള്ളി. നിനക്ക് ബോധമല്ലേ? നീ ആരാന്ന് നിന്റെ വിചാരം? ആരെ കണ്ടാലും ഇളിച്ചു കാണിച്ചോളൂ. അവർക്ക് എങ്ങനെയുള്ളവരാണെന്ന് നിനക്കറിയോ? അവൻ ദേഷ്യത്തിൽ ചോദിച്ചു. എങ്ങനെയുള്ളവരായാലും നിങ്ങളെ പോലെയല്ല. പാതിരാത്രി ഉറങ്ങിക്കിടക്കുന്ന പെമ്പിള്ളേരെ എടുത്തുകൊണ്ട് കിടത്തലാണല്ലോ നിങ്ങളുടെ പണി. നോയിക്കോ, ഞാനിത് എല്ലാവരോടും പറയും. ഗൗരി വീറോടെ പറഞ്ഞു. പറയൂ, നീ പറയടി. പറയുമ്പോ ഇതുകൂടി പറഞ്ഞോ. അവൻ അവളെ വലിച്ചെടുപ്പിച്ച് നിമിഷ നേരങ്ങൾ കൊണ്ട് അവളുടെ അധരങ്ങളിലേക്ക് തന്റെ അധരം ചേർത്ത് വെച്ചു. ഗൗരി ഒന്ന് കുതിരാൻ പോലും മറന്നുകൊണ്ട് അവന്റെ കരവലയത്തിൽ തരിച്ചു നിന്നു. ഗൗരി നന്ദന്റെ കരവലയത്തിൽ കിടന്നൊന്ന് കുതിരി. പക്ഷെ അവിടെയുള്ള അവന്റെ മുറുക്കം കൂടി വന്നു. ശ്വാസം എടുക്കാൻ പോലും സമ്മതിക്കാതെ അവന്റെ അധരങ്ങൾ അവളുടേതായി കോർത്തു. അവളുടെ കൈകൾ അവന്റെ പുറത്ത് പ്രഹര ഏൽപ്പിച്ചുകൊണ്ടിരുന്നു. എന്നാൽ അവളുടെ ചുണ്ടിന്റെ മാധുര്യത്തിൽ അവൻ അതൊന്നും അറിഞ്ഞില്ല. ഒരു വാശിയുടെ പുറത്ത് തുടങ്ങിയ ചുമ്മനായിരുന്നെങ്കിലും പോകെ പോകെ നന്ദൻ അതിലേക്ക് അലിഞ്ഞു ചേർന്നു. അവനിൽ അവളൊരു ആവേശമായി നിറഞ്ഞു നിന്നു. പതിയെ പതിയെ അവളുടെ എതിർപ്പുകളും കുറഞ്ഞു വന്നു. അവൾ വാടിത്തളർന്ന് അവന്റെ നെഞ്ചിലേക്ക് വീണു. അപ്പോഴും വിട്ടുമാറാൻ ആഗ്രഹിക്കാതെ നന്ദന്റെ അധരങ്ങൾ അവളെ താലോലിച്ചുകൊണ്ടിരുന്നു. ഇടയ്ക്ക് അവൾ ശ്വാസമെടുക്കാൻ സമയം കൊടുത്തുകൊണ്ട് വീണ്ടും അവൻ അവളുടെ അധരങ്ങളെ പ്രണയിച്ചുകൊണ്ടിരുന്നു. നിമിഷങ്ങൾക്ക് ദൈർഘ്യമേറിയപ്പോൾ മനസ്സില്ലാ മനസ്സോടെ അവൻ അവളിൽ നിന്ന് വിട്ടുമാറി. അവളുടെ നെറ്റിയിൽ നെറ്റിമുട്ടിച്ച് നിന്ന് കിതച്ചു. ഗൗരി അപ്പോഴും നടന്നതിന്റെ ഞെട്ടില്ലായിരുന്നു. നന്ദന്റെ ഉള്ളിൽ ഇത്രയും വലിയൊരു ഉമ്മച്ചൻ ഉറങ്ങിക്കിടക്കുന്ന കാര്യം കൊച്ചറിയാതെ പോയിരുന്നു. നന്ദമെല്ലാം അവളിൽ നിന്നും വിട്ടുമാറി. ഗൗരി അപ്പോഴും അന്തം വിട്ട് കുന്തം വിഴുങ്ങി അവനെ നോക്കി നിൽക്കുകയായിരുന്നു. അവിടെ ആ നിൽപ്പ് അവനിലൊരു ചിരി പടർത്തി. പക്ഷെ അത് പുറത്തു കാണിക്കാതെ നിന്നു. എന്തായാലും മുറിയിലെടുത്ത് കിടത്തി പീഡിപ്പിച്ച കാര്യം പറയുമ്പോ നന്ദേട്ടന്റെ ഗൗരിക്കുട്ടി ഇതും കൂടി പറഞ്ഞ കേട്ടോ. അവൻ അവിടെ കീഴ്ച്ചുള്ളിൽ പതിഞ്ഞ ചോരത്തുള്ളികൾ തള്ളവിരലാൽ തുടച്ചു നീക്കൊണ്ട് പറഞ്ഞു. അവളിൽ നിന്നൊരു ഏങ്ങൽ പുറത്തേക്ക് വന്നു. ഇത് നീ ചോദിച്ചു വാങ്ങിയതാ. കൊറേ വേണ്ട വേണ്ട നോക്കുമ്പോ തലയിൽ കയറി വരാ മരം കയറി. ഇനി എന്നോട് കളിക്കാൻ വരുമ്പോ ഇപ്പൊ തന്ന ഓർമ്മയിലുണ്ടാണോ? എടോടി! അവൻ അവളെ നിർത്തി നോക്കിക്കൊണ്ട് മുണ്ടും മടക്കി കുത്തി തിരിഞ്ഞടന്നു. തിരിഞ്ഞടക്കുന്നതിനിടയിൽ അവളുടെ ചോര പറ്റിയ തള്ളവിരൽ അവൻ വായിലിട്ട് നുണഞ്ഞു. നന്ദന്റെ ചുണ്ടിൽ ആ നിമിഷം ഒരു കള്ളച്ചിരി വിരിഞ്ഞു. ഗൗരിയാണ് അവൻ പോയ വഴിയെ നോക്കി അന്തം വിട്ട് പണ്ടാരടങ്ങി നിൽക്കുകയാണ്. ഇവിടെ ഇപ്പൊ എന്താ ഉണ്ടായേ? പാതിയൊരു എന്നെ ഉമ്മ വെച്ചോ? ഏയ്, അങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കില്ല. അമ്മേനി ബൂസ്റ്റിന് പകരം രാവിലെ വല്ല കഞ്ചാവാണ് കലക്കി തന്ന്. അല്ലാതെ ഇമാതിരി കിക്കുള്ള സ്വപ്നമൊന്നും കാണില്ല. അവൾ നിന്ന് പിറുവിരുത്തു. കുറച്ചു മുന്നേ നടന്ന് അവൾ സ്വപ്നം കണ്ടതാണെന്നാണ് ആ പാവം കൊച്ചു വിചാരിച്ചു വെച്ചിരിക്കുന്നത്. ഗൗരി മെല്ലെ അവളുടെ ചുണ്ടിൽ തൊട്ട് നോക്കി. അവിടെ ഒരു നീറ്റൽ അനുഭവപ്പെട്ടു. അവൾ പെട്ടെന്ന് കൈവലിച്ചു. കഞ്ചാവിന്റെ ഒക്കെ ഒരു പവറേ! അവൾ തലയിരുന്ന് സ്വയം കൂട്ടി പാട്ടുപാടി മുന്നോട്ട് നടന്നു. മറിഞ്ഞെന്ന് അവൾ വീക്ഷിച്ച നന്ദൻ അറിയാതെ തലയിൽ കൈവച്ചുപോയി. ഒരു ഉമ്മ കൊടുത്താൽ പോലും മനസ്സിലാവാത്ത ഇവളെയൊക്കെ കെട്ടി ഞാൻ എന്ത് കാണിക്കാനെന്ന ഭാവമായിരുന്നു അവന്റെ മുഖത്ത്. ഗൗരി നടന്ന് മുമ്പിരുന്ന സ്ഥലത്ത് പോയിരുന്നു. അവൾക്ക് പുറകെ നന്ദനും എത്തി. അവൾ നന്ദനെ നോക്കി പുച്ഛിച്ചുകൊണ്ട് കാലുവാട്ടി പാട്ടുപാടിയിരുന്നു. നന്ദൻ അവൾ ഇടം കണ്ടിട്ട് നോക്കിക്കൊണ്ടിരുന്നു. കുറച്ചു മുമ്പ് നടന്നതിനെ പറ്റി ഒരു കൂസലില്ലാതിരിക്കുന്ന അവളെ അവൻ വല്ലാത്ത ഭാവത്തിൽ നോക്കി. എന്താ? അവൻ നോക്കുന്നുണ്ടോ? അവൾ പുരികം പൊക്കി ചോദിച്ചു. അവൻ ഒന്നുമില്ലെന്ന രീതിയിൽ തോളനക്കി. എന്തേ, പെമ്പിളേരെ കണ്ടിട്ടില്ലേ? അവൾ അവനെ നോക്കി പുച്ഛിച്ചുകൊണ്ട് തിരിഞ്ഞിരുന്നു. നന്ദനാണ് ഇതേതാ സാധനം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭാഗ്യം, കഞ്ചാവ് പിടിച്ച വാദിയാൽ അറിഞ്ഞിട്ടില്ല. പൊട്ടൻ! എവിടെ താൻ അറിഞ്ഞോ? താൻ എന്നെ കയറി ഉമ്മച്ചു. ഗൗരി ചിരിച്ചുകൊണ്ട് പതിയെ പറഞ്ഞു.
നന്ദൻ അത് വെടിപ്പായി കേട്ടു. ഇതേതോ കൂടിയിനോ. നന്ദൻ പതിയെ അവിടുന്ന് വലിഞ്ഞു. അപ്പോഴേക്കും പള്ളിയിൽ കയറി തിരിച്ചിറങ്ങിയിരുന്നു. ഗൗരി അത് കണ്ടതും ചാടിത്തുള്ളി മിഴിയുടെ അടുത്തേക്ക് ഓടി. നന്ദൻ സ്വയം തലയിലൊന്ന് കൊട്ടി അവരുടെ പുറകെ നടന്നു. പള്ളിയിൽ നിന്നിറങ്ങിയതും അവർ നേരെ പോയത് ജോർജിന്റെ കുഴിമാടത്തിനരികിലേക്കായിരുന്നു. അവിടുന്ന് പോയതിനു ശേഷം ആദ്യമായിട്ടാണ് അവരങ്ങോട്ട് വരുന്നത്. ജോർജിന്റെ കല്ലറക്കരിയിലെത്തിയതും ട്രീസ മണ്ണിൽ മുട്ടുകുത്തിയിരുന്നു. ഈ ചായ അവർ ഇടറിക്കൊണ്ട് വിളിച്ചു. ലച്ചുവിന്റെ കയ്യിൽ മുറുകുന്ന ഡെന്നിയുടെ വിരലുകളിൽ നിന്നും അവൻ അനുഭവിക്കുന്ന മാനസിക സംഘർഷം മനസ്സിലാവുന്നുണ്ടായിരുന്നു. ലച്ചുവിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. കാരണം ജോർജ് ലച്ചുവിന് അത്രയേറെ പ്രിയപ്പെട്ടവനായിരുന്നു. പരിഭവമാണ് എന്നോട്. ഇത്രയും കാലം കാണാൻ വരാഞ്ഞില്ല. എനിക്ക് പറ്റില്ലായിരുന്നു ഇച്ചായ ഈ കിടപ്പ് കാണാൻ. മരണം വരെ തനിച്ചാക്കില്ലെന്ന് പറഞ്ഞിട്ട് എന്നെ ഒറ്റക്കാക്കി പോയില്ല. എന്തിനായിരുന്നു ഇച്ചായ? എല്ലാവരുടെയും സന്തോഷം ഒറ്റയടിക്ക് കൊണ്ടുപോയില്ല നിങ്ങൾ മൂന്നാളും. ട്രീസ പരിഭവം പറഞ്ഞു. ദേ അമ്മച്ചി, നമ്മളിവിടെ വന്നതേ അപ്പച്ചനെ കൂടെ കരയിപ്പിക്കാനല്ല. ദേ ഇവരുടെ കാര്യത്തിന് തീരുമാനം എടുക്കാൻ അനുവാദം ചോദിക്കാനല്ലേ. അതങ്ങോട്ട് ചോദിക്ക്. ഗൗരി ട്രീസയെ നോക്കി പറഞ്ഞു. ട്രീസ അത് കേട്ടത് കണ്ണു തുടച്ചുകൊണ്ട് എല്ലാവരെയും നോക്കി ചിരിച്ചു. ദയിച്ചായ നമ്മുടെ മോന്റെയും മോളുടെയും കെട്ട് അങ്ങോട്ട് നടത്തിയാലോന്നാ. അല്ല ഇനി നടത്താനൊന്നുമില്ല. നിങ്ങളുടെ അല്ലേ മോന്. കെട്ടിന് ഉപ്പ് വിളമ്പാൻ ആളെ ആദ്യം കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയും വയ്യ ചിലപ്പോൾ ഉപ്പും സാമ്പാറും തോരനും പായസം എല്ലാം വിളമ്പ ആളുകളുടെ എണ്ണം കൂടും. ട്രീസ ഡെന്നിയൊന്ന് ഇരുത്തി നോക്കിക്കൊണ്ട് പറഞ്ഞു. ഡെന്നി നാണത്തോടെ തലതാഴ്ത്തി. ഓ ഒരുമാതിരി ഭാരത് അവാർഡ് കിട്ടിയ പോലെയാ അവന്റെ സന്തോഷം. മതിയടാ, വല്ലാണ്ടൊക്കെ നാണിക്കില്ല നീ. നന്ദൻ ഡെന്നിയെ നോക്കി പറഞ്ഞു. ട്രീസ മിഴി പിടിച്ച് അരികിൽ നിർത്തി. ദേ നമ്മുടെ പേരക്കുട്ടിയാ. നോക്കി ഇവിടെ കണ്ണു മുഖലാണ്ട് ഡെന്നിയെ പോലെ ഇല്ലേ, പക്ഷെ മൂക്ക് ഇച്ചായന്റെ പോലെയാ. ട്രീസ ചിരിച്ചുകൊണ്ട് കറങ്ങി. ടീസ കൊച്ചു എന്തിനാ കരയിനെ? ഇതാരാ? അവൾ സംശയത്തോടെ ചോദിച്ചു. ഇത് മോളുടെ വലിയ പപ്പയാ. മോള് കണ്ടിട്ടില്ലല്ലോ. ഇപ്പൊ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ മോളെ താഴത്തും തലയിലും വെക്കാതെ നോക്കിയേനെ. ട്രീസ വിഷമത്തോടെ പറഞ്ഞു. വലിയ പപ്പ ശങ്കരപ്പൻ്റോ ടീസ കൊച്ചിനെ ഞാൻ നോച്ചിക്കോലാം. മിഴി വലിയ ആളുകളെ പോലെ പറഞ്ഞു. ട്രീസ അത് കേട്ടതും അവളുടെ നെറുകയിൽ മുത്തി. മിഴി തിരിച്ച് അവരുടെ കവിളിൽ ഉമ്മൊടുത്തുകൊണ്ട് ആ നിറഞ്ഞ കണ്ണുകൾ തുടച്ചു. ഇങ്ങനെ ഇരുന്നാ എങ്ങനെയാ? ഞാമുച്ചി ഇവരുടെ കല്യാണം നടത്തണ്ടേ? പാപ്പ പറഞ്ഞല്ലോ വേഗം കല്യാണം കഴിച്ച എനിക്ക് അനിയും വരുന്നു അല്ലേ പപ്പേ? മിഴി ശരിയല്ല എന്ന രീതിയിൽ ഡെന്നിയെ നോക്കി. ട്രീസ് അത് കേട്ടത് ഡെന്നിയെ കൂർപ്പിച്ച് നോക്കി. അവൾ ലച്ചുവിന്റെ പുറകിൽ നിന്ന് അവളുടെ ഷാളിൽ പിടിച്ച് നാണിച്ചു നിന്നു. നന്ദൻ അത് കണ്ടത് അവനെ നോക്കി എന്തോ ആടേ എന്ന എക്സ്പ്രഷനിൽ നിന്നു. ജോർജിനോട് ഒന്നുകൂടി യാത്ര പറഞ്ഞു അവർ അച്ഛനെ കാണാൻ നടന്നു. ഡെന്നിയും നന്ദനും ട്രീസയും കൂടി അച്ഛനെ കണ്ട് സംസാരിക്കാൻ പോയി. ലച്ചുവും മിഴിയും ഗൗരിയും കൂടി അവർ നേരത്തെ ഇരുന്ന സ്ഥലത്ത് ഇരിപ്പുറപ്പിച്ചു. നിന്റെ ചുണ്ടിന് ഇത് എന്താ പറ്റി? ഗൗരിയുടെ ചുണ്ടൂട്ടിയതുകൊണ്ട് ലച്ചു ചോദിച്ചു. ഓ അതൊന്നുമില്ല ചേച്ചി, കഞ്ചാവിന്റെ എഫക്റ്റാ. ഗൗരി നിസ്സാരമായി പറഞ്ഞു. കഞ്ചാവോ? ലച്ചു നെറ്റി വിളിച്ചു. ഓ ഒന്നുമില്ല എന്റെ പൊന്നോ. ഗൗരി അതും പറഞ്ഞു വേഗം മിഴിയുടെ കൂടെ ഗെയിം കളിക്കാൻ തുടങ്ങി. ലച്ചേച്ചി അങ്ങോട്ട് നോക്കിയേ, അതാ മുറ്റത്തൊരു മൈന. ഗൗരി ഫോണിൽ തലയുർത്തി ലച്ചുവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ഗൗരിയുടെ നോട്ടം പിന്തുടർത്തിയ ലച്ചു കുറച്ചപ്പുറത്തായിട്ട് ഒരാളെ കണ്ണം തലയിൽ കൈവച്ച്. അച്ഛനോട് സംസാരിച്ചിരുന്ന ഡെന്നി ചാഞ്ഞരിഞ്ഞു നോക്കുന്ന ഡെയ്സി. ഇവളിതുവരെ ആരുടെ കൂടി ഒളിച്ചോടിയില്ലേ? പണ്ടേ ഇവിടെ കണ്ണ് എന്റെ ഇച്ചാന്റെ മേല. ലച്ചു പല്ലിടിച്ചോണ്ട് പറഞ്ഞു. ഇങ്ങനെ കണ്ണീച്ചോറില്ലാത്ത വർത്താനം പറയില്ലേ ലച്ചു ചേച്ചി. ഒന്നുമില്ലെങ്കിലും ഡെന്നീസിന്റെ പേരിൽ ആ പുട്ടിക്കട കയ്യിൽ നിന്നും എത്ര ഡയറി മിൽക്ക് വാങ്ങി കഴിച്ചാൽ നമ്മൾ ആ നന്ദി വേണം. ഗൗരി അല്ലെങ്കിൽ നന്ദിയുള്ള കൂട്ടത്തില്ല. ഡയറി മിൽക്ക് എന്ന് കേട്ടതും മിഴി ഫോണിൽ നിന്ന് തലപൊക്കി. എന്താ സംഭവം? മിഴി ആകാംക്ഷയോട് ചോദിച്ചു. ഓ അതൊരു ഡയറി മിൽക്ക് കഥയാണ് മോളെ. ഗൗരി നീട്ടി പറഞ്ഞു. പര കേക്കത്തെ. മിഴിക്ക് ആകാംക്ഷയേറി. നിന്റെ പപ്പയുടെ ആരാധികയാണ് ദാ നിൽക്കുന്ന കറുത്ത ചുരിദാറിൽ നിൽക്കുന്ന മുതൽ. അവളുടെ അപ്പന് ബേക്കറി ആയതുകൊണ്ടും ഡെന്നിസിനോട് അവൾക്ക് വല്ലാത്ത മുഹബത്തായതുകൊണ്ടും ഞങ്ങൾക്ക് കോളായിരുന്നു. അതൊക്കെ ഒരു കാലം. എന്തോരം ഡയറി മിൽക്കാ ഈ കൈ കിടന്ന് അമ്മാനമാടിയത്. ഗൗരി നെടുവീർപ്പിട്ടുകൊണ്ട് പറഞ്ഞു. ഇപ്പൊ എങ്ങനെയാ മിഠായി കിട്ടാൻ വല്ല വയ്യുണ്ടോ? മിഴി ഗൗരവത്തിൽ ചോദിച്ചു. പിന്നെ വഴിയൊക്കെ ഉണ്ട്. ഞങ്ങൾക്ക് മിഠായി തന്നെന്ന് ഇപ്പൊ അവള് ഹോം മെയ്ഡ് ചോക്ലേറ്റ് ഉണ്ടാക്കുന്നതിന്റെ ഹോൾസെയിൽ ഡീലറാ. ഗൗരി പറഞ്ഞു. അപ്പൊ നമുക്കൊന്ന് മുറ്റി നോക്കാം. മിഴി ഗൗരിയെ നോക്കി കണ്ണിറുക്കിക്കൊണ്ട് പറഞ്ഞു. ശരിക്കും നീ എനിക്ക് പിറക്കാതെ പോയ മോളാണ് മോളെ. ഐ ലവ് യു ഉമ്മ ഉമ്മ ഉമ്മ. ഗൗരി മിഴി അറഞ്ചപ്പുറച്ച ഉമ്മച്ചു. ഓഫ്. മിഴി മുഖം തുടച്ചുകൊണ്ട് ഗൗരിയെ നോക്കി. അപ്പോഴേക്കും ഡെയ്സി ലച്ചുവിനെയും ഗൗരിയെയും കണ്ടിരുന്നു. ഓഫ് വരുന്നുണ്ട് കുരുങ്ങി വെള്ളപ്പിശാശ്. ലച്ചു പിറിവിലെത്തു. ഹായ് ലച്ചു. ഡെയ്സി തേനുപാലൊൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ഹായ് ആന്റി. മിഴി വേഗം പറഞ്ഞു. ഡെയ്സി മിഴിയെ സംശയത്തോടെ നോക്കി. ഇതാരാ? മിഴിയെ നോക്കി ഡെയ്സി ചോദിച്ചു. എന്റെ മോള. ലച്ചു ഒരു ചിരി വരുത്തിക്കൊണ്ട് പറഞ്ഞു. ഓ റിയലി?
അവൾ അത്ഭുതത്തോട് ചോദിച്ചു. റിയലിയല്ല, മിഴി തിരുത്തിക്കൊണ്ട് പറഞ്ഞു. ഓ നോട്ടി ഗേൾ. ഡെയ്സി അവളുടെ കവിളിൽ പിച്ചി. ഉഫ്, എല്ലാരും എന്തിനാ എന്റെ കവിളിൽ പിച്ചിനെ? മിഴി ദേഷ്യത്തോടെ ഗൗരിയുടെ കാതിൽ ചോദിച്ചു. മിണ്ടാണ്ടിരി, ദേഷ്യം കാണിക്കില്ല, നമ്മുടെ പ്ലാൻ പൊളിയും. ഗൗരി അവളോട് രഹസ്യമായി പറഞ്ഞു. എന്താ ഒരു സീക്രട്ട്? ഡെയ്സി ചിരിയോടെ ചോദിച്ചു. ഏയ്, ഞങ്ങള് പറയായിരുന്നേ ആന്റീനെ കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന്. മിഴി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഗൗരി മിഴിയൊന്ന് അടിമുടി നോക്കി. ഇവൾ എനിക്കൊരു വെല്ലുവിളി ആവുമെന്നായിരുന്നു ആ നോട്ടത്തിന്റെ അർത്ഥം. ആണോ? ഓ താങ്ക് യു. ഡെയ്സി മുടിയൊക്കെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ഓ അതൊന്നും വേണ്ടെന്നേ, ഗൗരി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അല്ല, ഡെന്നിച്ചിനെ നാട്ടിലെത്തിയേ? ഡെയ്സി കാലുകൊണ്ട് ആഫ്രിക്കയുടെ മാപ്പ് വരെ ചോദിച്ചു. ഇന്നലെ എത്തിയുള്ളൂ. എന്ത് ചേച്ചി? ഗൗരി ഒന്നറിയാത്ത പോലെ ചോദിച്ചു. ഏയ്, ഹിസ് ലുക്ക് ഹോട്ട് ആൻഡ് ഹാൻസം. പണ്ടത്തേക്കാളും ഗ്ലാമർ ആയില്ലേ ഇപ്പോ? ഡെയ്സി വെള്ളർക്കിക്കൊണ്ട് പറഞ്ഞു. ഹോട്ടലടി നിന്റെ. ലച്ചു ബാക്കി പറയാതെ വിഴുങ്ങി. കോരി, ഈ ആന്റീനെ പറ്റി ആനോ അങ്കില് പറഞ്ഞേ? മിഴി അഭിനയം തുടങ്ങിയ മക്കളെ. ഏതങ്കിള്? ഗൗരി വാപൊളിച്ചു. ഡെന്നി അങ്കില്? മിഴി കണ്ണുറുക്കിക്കൊണ്ട് പറഞ്ഞു. ഗൗരി അന്തം വിട്ട് അവൾ നോക്കി. അറിഞ്ഞില്ല, ആരും പറഞ്ഞില്ല. ഡെന്നിച്ചൻ എന്നെ പറ്റി പറഞ്ഞോ? എന്താ പറഞ്ഞേ? ഡെയ്സി ആകാംക്ഷയോട് ചോദിച്ചു. ഓഹ്, എന്താ അവിടെ ആക്രാന്തം? എഗെയിൻ ലച്ചുവിന്റെ മൈൻഡ് വോയിസ്. അതറിയില്ല, ഇന്നലെ പറയുന്നത് കേട്ടു, ഇവിടെ ഒരാളോട് ഇഷ്ടായിരുന്നു എന്ന്. മിഴി നാണത്തോടെ പറഞ്ഞു. അതിൽ നാണത്തിൽ ഡെയ്സി തലകുനിച്ചു. സംഗതി ഏറ്റെന്ന രീതിയിൽ ഗൗരിയും മിഴിയും പരസ്പരം നോക്കി കണ്ണിറുക്കി. കോരി, എനിക്ക് മിഠായി വാങ്ങിച്ചു തരുമോ? മിഴി കൊതിയോടെ ചോദിച്ചു. അയ്യോ, എന്റെ കയ്യിൽ പൈസ ഇല്ലല്ലോ, ഇനിയിപ്പോ എന്ത് ചെയ്യും? ഗൗരി വിഷമാഭിനയിച്ചുകൊണ്ട് പറഞ്ഞു. മിഴി വിഷമത്തോടെ തലകുനിച്ചു. ഓ മോള് സങ്കടപ്പെടണ്ട, ആന്റിയുടെ കാറിൽ ചോക്ലേറ്റ് ഇരിപ്പുണ്ട, വാ ഞാൻ എടുത്തുതരാം. മോളുടെ അങ്കിളിനോട് പറഞ്ഞാൽ മതി ആന്റിയാ തന്നെന്ന് കേട്ടോ. ഡെയ്സി മിഴിയെ കൊഞ്ചിച്ചുകൊണ്ട് പറഞ്ഞു. മിഴി വേഗം തലകുലുക്കി ഇരുന്നിടത്തും ചാടി ഇറങ്ങി. എടി ഞാനും. ഗൗരിയും വേഗം ഇറങ്ങി. ഇനിയെങ്ങാനും കൊണ്ടുപോയില്ലെങ്കിലോ? കിട്ടുമ്പോ ഷെയർ തരാത്തോ? ലച്ചുവിനോട് രഹസ്യം പറഞ്ഞ് മിഴി ഡെയ്സിക്കൊപ്പം നടന്നു. പുറകെ ചാടിത്തുള്ളി ഗൗരി. ലച്ചു അവര് പോകുന്നു നോക്കി തലക്ക് കൈയും കൊടുത്തിരുന്നു. കുറ്റം പറയാൻ പറ്റില്ല, കൊച്ചു പണ്ട് ഇതിനപ്പുറമായിരുന്നു. ഡെന്നിയും ട്രീസയും നന്ദനും അച്ഛനെ കണ്ട് മടങ്ങി വന്നപ്പോൾ കാണുന്നത് അരമതിൽ താടിക്ക് കൈയും കൊടുത്തിരിക്കുന്ന ലച്ചുവിനെയാണ്. അവരെ കണ്ടിട്ടും അവൾ ആ ഇരിപ്പ് വിട്ടില്ല. നിന്റെ എന്തെങ്കിലും കളഞ്ഞു പോയ പെണ്ണെ, ഇങ്ങനെ കഷ്ടം വെച്ചിരിക്കാൻ? ട്രീസ് അവളെ നോക്കി ചോദിച്ചു. അവളില്ലാന്ന രീതിയിൽ തോളുൽക്കി. പിന്നെ നീ ഇത് ആരെ കാത്തിരിക്കാൻ? കുഞ്ഞിനും ഗൗരി എന്തിയെ? ഡെന്നി ചുറ്റും നോക്കിക്കൊണ്ട് ചോദിച്ചു. ഞാനവരെ കാത്തിരിക്കാം, ചോക്ലേറ്റ് കൊണ്ടുവരാന്ന് പറഞ്ഞാൽ പോയെ. ലച്ചു ശരിക്കിരുന്നോണ്ട് പറഞ്ഞു. ചോക്ലേറ്റോ? അതെവിടുന്ന്? അതിന് നിങ്ങൾ പേഴ്സൊന്നും നിർത്തിയില്ലല്ലോ. നന്ദൻ സംശയത്തോടെ പറഞ്ഞു. ഏയ്, ഇതിന് പൈസയുടെ ആവശ്യമില്ല, ഇത് ഫ്രീ ആയിട്ട് കിട്ടുന്ന. ലച്ചു വിളിച്ചുകൊണ്ട് പറഞ്ഞു. എന്തോ ഉടായ്പ മണക്കുന്നുണ്ടല്ലോ, സത്യം പറയടി. ഡെന്നി അവളെ നോക്കി കണ്ണുരുട്ടി. ഈ ചായനെന്താ ഉടായ്പൊന്നുമില്ല, അവരിപ്പോ വരും. ലച്ചു അവനെ മുഖത്ത് നോക്കാതെ പറഞ്ഞു ഒപ്പിച്ചു. പണ്ടുണ്ടെന്ന് എനിക്ക് ഈ കള്ളത്തരം കാണിക്കാൻ മുഖത്ത് നോക്കാതെ വേറെ കിട്ടിൽ നോക്കുന്ന സ്വഭാവം. മര്യാദക്ക് പറഞ്ഞോ, ആരെ പറ്റിക്കാൻ പോയതാ ആ രണ്ടെണ്ണം? ഡെന്നി കുറച്ച് ഗൗരവത്തിൽ ചോദിച്ചു. പറ്റിക്കാനോ? ശേ, അവരങ്ങനെയൊക്കെ ചെയ്യും. എന്താ ഈ ചായ ഇത്? ലച്ചു അവനെ നോക്കി ചോദിച്ചു. അയ്യോ, ആരെയും പറ്റിക്കാത്ത 3 മഹത് വ്യക്തികൾ. നിങ്ങൾ രണ്ടെണ്ണം പിന്നെ പണ്ടേ തലതെറിച്ച. അതിന്റെ അപ്പുറം ആ വളർന്നു വരുന്ന കുരുപ്പ്. നിന്ന് നിൽപ്പില്ല അവള് കാലുമാറുന്നു. ആ ഇച്ചിക്കോളം പോകുന്ന ശരീരത്തിൽ നിന്ന് വരുന്ന തള്ളു കേട്ടാലോ? അതെങ്ങനെയാ? നിന്റെ അല്ലേ മോള്? ഡെന്നി അവളുടെ തലയിൽ കൂട്ടിക്കൊണ്ട് പറഞ്ഞു. ഓ സമ്മതിച്ചു, എന്റെ മോള്. ചോക്ലേറ്റ് കൊണ്ടുവരുമ്പോ ഷെയർ ചോദിക്കാൻ വായട്ടോ. തരില്ല, നോക്കിക്കോ. ലച്ചു അവരെ നോക്കി മുഖം കൂട്ടി. എടാ വീടറാ, മോള് പറ, അവരെങ്ങോട്ടാ പോയേ? ട്രീസ് സമാധാനത്തിന്റെ പാതിൽ ചോദിച്ചു. ഇപ്പൊ ഒരു അമ്മച്ചി, ലച്ചു വിളിച്ചുകൊണ്ട് പറഞ്ഞു. മര്യാദയ്ക്ക് ചോദിച്ചവള് സത്യം പറയില്ല. പറയടി, അവരെങ്ങോട്ടാ പോയേ? ഡെന്നി അവളുടെ ചെവിയിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു. ആ പിടിവിട് വേദനിക്കുന്ന ഇച്ചായ, ഞാൻ പറയാം, അവര് ഡെയ്സിയുടെ കൂടെ പോയതാ. ലച്ചു തുള്ളിക്കൊണ്ട് പറഞ്ഞു. അതേതാ ഡെയ്സി? ഡെന്നി സംശയത്തോടെ ചോദിച്ചു. ഇച്ചായന്റെ പഴയ ആരാധിക. ലച്ചു ചെവി ഇഴിഞ്ഞുകൊണ്ട് കള്ളശ്ശേരിയോടെ പറഞ്ഞു. ഏത്? ഡെന്നി വാ വിളിച്ചു. അവനെ കുറ്റം പറഞ്ഞ കാര്യമില്ല, ഡയറി മിൽക്ക് വാങ്ങി വിഴുങ്ങുന്നല്ലാതെ ഇങ്ങനെ ഒരു കഥാപാത്രത്തെ അവർ സ്ക്രീനിൽ കൊണ്ടുവന്നിരുന്നില്ല. സംഭവം കുശുമ്പ് തന്നെ. ആ അവതാരത്തിൽ നീ അറിയാൻ ചാൻസ് ഇല്ല. പണ്ട് ഇവളുമാർ രണ്ടും കൂടി ഡയറി മിൽക്ക് തട്ടിച്ചൊരു കഥയും പറഞ്ഞില്ലേ? ആ കഥയിലെ ദുഃഖപുത്രിയാ ഈ പറഞ്ഞ ഡെയ്സി. നന്ദൻ ഒന്നുകൂടി ക്ലിയർ ആയി കൊടുത്തു. ഡെന്നി ആണോ എന്ന രീതിയിൽ ലച്ചുവിനെ നോക്കി. ലച്ചു അവനെ നോക്കാതെ തലകുനിച്ചു. എടി, ആ പെൺകൊച്ചി നിങ്ങളോട് എന്ത് ദ്രോഹം ചെയ്തടി? നിങ്ങൾക്ക് മിഠായി വാങ്ങി തന്ന് അതിന്റെ അപ്പന്റെ ബാഗിൽ ജപ്തിയായെന്ന കേട്ട്. നന്ദൻ ചിരിയോടെ പറഞ്ഞു. ലച്ചു അവൻ നോക്കി കൊഞ്ഞനെ കാണിച്ചു. അപ്പോഴേക്ക് ഊറ്റാൻ പോയ പാർട്ടികൾ എത്തിയിരുന്നു. മിഴി ദൂരെ നിന്ന് പാട്ടൊക്കെ പാടിയാണ് വരുന്നത്. 2 കയ്യിൽ നിറയെ മിഠായി ഉണ്ട്. അതിലും കഷ്ടമാണ് ഗൗരിയുടെ കാര്യം. ഇട്ടിരുന്ന ഷാളിൽ കിഴികെട്ടിപ്പോയിഞ്ഞാണ് വരുന്നത്. ഇവരുടെ പുറകെ ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല എന്ന രീതിയിൽ ഡെയ്സിയും.
എന്തായാലും മെനക്കെട്ടു. അപ്പൊ പിന്നെ ഡെന്നിയെ കണ്ടിട്ടെങ്കിലും പോവാം. ഒരു നയന സുഖം. മിഴിയുടെയും ഗൗരിയുടെയും വരവേണ്ടതും ഡെന്നിയും നന്ദനും തലയിൽ കൈവച്ചു. ട്രീ സമിച്ച് പിന്നെ എനിക്ക് ചിരിക്കാൻ വയ്യേ എന്ന് പറഞ്ഞിരിപ്പായി. ലച്ചുവിന്റെ മുഖം മാത്രം പൂനിലാവ് ദിശ പോലെ തിളങ്ങി. അവളുടെ കണ്ണുകളുടെ ദിശ ഗൗരിയുടെ കിഴിയിലാണ് സുഹൃത്തുക്കളെ. അടുത്തെത്തിയതും മിഴി ലച്ചുവിനെ നോക്കി കണ്ണിറുക്കി കാണിച്ചു. ലച്ചു അവൾക്കൊരു തംസപ്പ് കൊടുത്തു. ഡെന്നി കൂർപ്പിച്ച് നോക്കിയതും ലച്ചു വേഗം കൈ താഴെയിട്ട് ആകാശത്തേക്ക് നോക്കി. വാനനിരീക്ഷാണെന്ന് തോന്നുന്നു. ഡെന്നിയുടെ അടുത്തെത്തിയതും ഡെയ്സി നാണം കൊണ്ട് പൂത്തുലഞ്ഞു. മിഴി വേഗം ലച്ചുവിന്റെ അടുത്തേക്ക് ഓടി. 3 പേരും കൂടി ആർക്കൊരു ശല്യാവാതെ ഒരു മൂലക്ക് ഒതുങ്ങിന്ന് മിഠായി പങ്കിട്ടെടുക്കാൻ തുടങ്ങി. അതെ, എനിക്ക് 2 കൂടുതൽ വേണം. നിങ്ങൾ വരുന്നവരെ ഇച്ചാനെ മാനേജ് ചെയ്ത് നിർത്തിയ പാട് എനിക്കറിയത്തുള്ളൂ. ലച്ചു അവരോട് അടക്കം പറഞ്ഞു. അയ്യടി മരമേ, ഞാൻ നല്ല അന്തസ്സായി എറിഞ്ഞിട്ട് കിട്ടിയതാ. പോരാത്തിന് ഈ പൊരി വരുത്തി ഈ കുരിപ്പിനെ കൊണ്ട് ആ പടിയൊക്കെ കയറിയിറങ്ങി ഒപ്പിച്ച. അതുകൊണ്ട് കൂടുതൽ എനിക്കാ. ഗൗരിയും വിട്ടുകൊടുത്തില്ല. ഒന്ന് ഒച്ച വെച്ചാൻ ചിരിക്കോ? ഞാനാണ് ഐഡിയ പറഞ്ഞെന്ന്. പിന്നെ ഞാനാണ് കൂടുതൽ ഡയലോഗ് പറഞ്ഞു. നിങ്ങൾ വരുത്തി നിന്നല്ലോ. കൊച്ചു ഉള്ള കാര്യം ഉള്ള പോലെ പറഞ്ഞു. പറ്റില്ല, എനിക്കാ കൂടുതൽ. സമ്മതിക്കില്ല, എനിക്ക്. അല്ല, എനിച്ചാ. 3 പേരുടെയും വാക്കർക്കും കൂടി. അവർ പോലും അറിയാതെ അവരുടെ ശബ്ദം ഉയരുകയാണ്. സുഹൃത്തുക്കളെ, ഉയരുകയാണ്. ഡെന്നിയുടെ അലർച്ച കേട്ടതും ഒരു നിമിഷം എങ്ങും നിശബ്ദത. സൗണ്ട് വന്നതിന്റെ ഉറവിടം തേടിപ്പോയി അവർ കണ്ടത് 100 ഡിഗ്രി സെൽഷ്യസിൽ തിളച്ചു മറിഞ്ഞു നിൽക്കുന്ന ഡെന്നിയാണ്. ടോം ആൻഡ് ജെറിയിൽ രക്ഷപ്പെടാനുള്ള അവസാന വഴി അടയുമ്പോൾ ജെറി കഷ്ടപ്പെട്ട് ഉമിനീരിറക്കില്ലേ, അതേ അവസ്ഥയാണ് ഇവിടെയും സംഭവിച്ചത്. എങ്ങോട്ട് ഓടണമെന്നറിയാതെ അവർ 4 പാടും നോക്കി. എന്താടി ഇവിടെ? ഈ നിൽക്കുന്ന അടക്കാക്കുരിയുടെ കാര്യം പോട്ടെ നോക്കാം. അതേപോലെയാണ് നിങ്ങൾ 2 കാള പോലെ വളർന്നല്ലോ. ഇപ്പോഴും മിഠായിക്ക് വേണ്ടി അടികൂടുന്നു. ഡെന്നി കത്തി കയറുകയാണ്. മിഴിയാണ് ഞാൻ സേഫ് എന്ന് പറഞ്ഞ് അവരുടെ അരികിൽ നിന്ന് കുറച്ച് മാറിയുന്നു. കൊച്ചുകുട്ടിയാണെന്നുള്ള കൺസിഡറേഷൻ കിട്ടിയല്ലോ. ബാക്കി 2 പേരും അവളെ കൂർപ്പിച്ച് നോക്കി. പക്ഷെ മിഴി അതൊന്നും മൈൻഡാക്കാതെ കിട്ടിയ മിഠായി പോക്കറ്റിൽ കുത്തിയറച്ച് ഡെന്നിയുടെ അടുത്തേക്ക് ഒരു ചിരിയോടെ നടന്നു. എങ്ങോട്ടാ ഈ തള്ളിക്കയറി വരുന്നേ? നീയാ ഈ കൂടുതൽ ഏറ്റവും വിളഞ്ഞത്. പൊടിക്കുപ്പിയുടെ അത്രേ ഉള്ളൂ കയ്യിലിപ്പോ. ഡെന്നി മിഴി അടിമുടി നോക്കിക്കൊണ്ട് പറഞ്ഞു. മിഴി ചമ്മന്തിയായി ലച്ചുവിനെയും ഗൗരിയെയും നോക്കി. തിരികെ ടീമിലേക്ക് റീ എൻട്രി ഉണ്ടോ എന്നറിയാനായിരുന്നു ആ നോട്ടം. അവരാണെങ്കിൽ മിഴിയുടെ നോട്ടം കണ്ടത് മടക്കി ചിരിച്ചു. മിഴി ദയനീയ ഭാഗത്തോടെ ഡെന്നിയെ നോക്കി. അയ്യോ, നോക്കണ നോട്ടം കണ്ടില്ലേ? ഒന്നും അറിയാത്ത കുഞ്ഞുവാവ. ഡെന്നി അവളെ കൂർപ്പിച്ച് നോക്കിയിട്ട് പറഞ്ഞു. എഗൻ മിഴി വിത്ത് ദാ ചിലി. വല്ലാണ്ടെങ്കിൽ ചിരിക്കല്ലേ നീ? ഞാൻ നിന്റെ ആരാണെന്ന് പറഞ്ഞേ? ഡെന്നി കൈകെട്ടിന്നോട് ചോദിച്ചു. അതുവരെ ചിരിച്ചുകൊണ്ടിരുന്ന ലച്ചുവിന്റെയും ഗൗരിയുടെയും ചിരി സ്വിച്ചിട്ട പോലെ നിന്നു. ആ ഒരു മിഠായിക്ക് അടിയുടെ നേരത്ത് അവിടെ സത്യപ്രസ്താവനയായിരുന്നു. പാവം പിള്ളേരത് അറിയാതെ പോയി. മിഴിയാണെങ്കിൽ മെല്ലെ ലച്ചുവിന്റെ അടുത്തേക്ക് നടന്നു. എന്നെ ഒന്ന് എതുക്കി ലച്ചു, എനിക്ക് ഉറക്കം വരുന്നു. അവിടെ ഓസ്കാറിന് വില്ലുന്ന അഭിനയം. ലച്ചു വേഗം അവളെ എടുത്ത് തോളിത്തട്ടി ഉറക്കുന്ന പോലെ കാണിച്ചു. ഒന്ന് രക്ഷിച്ചു ലച്ചു, ഞാൻ 2 മിഠായി കൂടുതരാം, സത്യം. മിഴി ലച്ചുവിന്റെ ചെവിയിലായി പതിയെ പറഞ്ഞു. മോൾക്ക് ഉറക്കം വരുന്നു. എന്നാ പിന്നെ നമുക്ക് പോയാലോ? ലച്ചു എല്ലാവരെയും നോക്കി ഒരു വളിച്ച ചിരിയോടെ പറഞ്ഞു. താഴെ നിർത്തിയിട്ട് അവളെ. ഡെന്നി അലറി. കയറിയതിനേക്കാൾ സ്പീഡിൽ മിഴി താഴെ എത്തി. ഡെന്നി അവളെ എടുത്ത് ഉയർത്തി അരമതിൽ നിർത്തി. പറയാൻ പറ്റില്ല, ഓടിപ്പോവില്ലെന്ന് ആര് കണ്ടു. ഇതാവുമ്പോ സേഫാണ്. ഇനി പറ, ഞാൻ നിന്റെ ആരാണെന്നാ നീ ഇവളോട് പറഞ്ഞേ? ഡെന്നി അവളെ താടി പിടിച്ചെടുത്തോണ്ട് ചോദിച്ചു. അങ്കിൾ. മിടിയൊരു വളിച്ച ചിരിയോടെ പറഞ്ഞു. ഡെന്നി ലച്ചുവിനെയും ഗൗരിയെയും കൂർപ്പിച്ച് നോക്കി. അവിടെ പിന്നെയും വാനനിരീക്ഷണം. ഈ നിലക്കാണെങ്കിൽ ഇവർ ISROയിൽ എടുക്കും. ട്രീസിയാണെങ്കിൽ ചിരി അടക്കി പിടിച്ചിരിക്കുകയാണ്. നന്ദന്റെ അവസ്ഥ ഏകദേശം ഇതൊക്കെ തന്നെ. സത്യത്തിൽ ഞാൻ നിന്റെ ആരാ? ഡെന്നി ഒന്നുകൂടെ മിഴിയോട് ചോദിച്ചു. പപ്പ. മിഴി ഡെന്നിയുടെ കവിളിൽ ഉമ്മച്ചോട് പറഞ്ഞു. നിന്നോട് ഞാൻ ഉമ്മ ചോദിച്ചോ? ഡെന്നി ഗൗരവമിടാതെ തന്നെ ചോദിച്ചു. മിഴി വേഗം അവന്റെ കവിൾ തുടച്ചു കൊടുത്തു. ഡെയ്സിയാണെങ്കിൽ എന്തോ പോയി അണ്ണാനെ പോലെ നിൽക്കുകയാണ്. അപ്പൊ ഡെന്നിച്ചന്റെ കല്യാണം കഴിഞ്ഞോ? ഡെയ്സി വിഷമത്തോടെ ചോദിച്ചു. കുറ്റികൾ ഉണ്ടാവണമെങ്കിൽ കല്യാണം ഒന്നും കഴിച്ചെന്റെ ആന്റി. മിഴി വേഗം ക്ലിയറായി കൊടുത്തു. നിന്നോട് ചോദിച്ചോ? ഇതൊക്കെ നിന്നോട് ആരാ പറഞ്ഞിരുന്നേ? ഡെന്നി തലയിൽ കൈവച്ച് ചോദിച്ചു. പപ്പ പണ്ടൊരു ആന്റിയോട് പറഞ്ഞേ കേട്ടതാ. പിള്ള മനസ്സിൽ കള്ളമില്ല. ഡെന്നി ഇതിലും വലുത് ഇനിയൊന്നും വരാനില്ലെന്ന രീതിയിൽ നിന്നു. എന്നാ പിന്നെ ഞാനങ്ങോട്ട്. അതുവരെ ചീറ്റപ്പുലി പോലെ നിന്ന് ഡെന്നി നിമിഷ നേരം കൊണ്ട് മാൻകുഞ്ഞായി. കൂടുതൽ ചോദ്യത്തിന് ഉത്തരത്തിന് ഇടം കൊടുക്കാതെ എല്ലാവരെയും വാരിക്കെട്ടി ഡെന്നി നടന്നു. ഡെയ്സിയാണെങ്കിൽ കയ്യിലുള്ള മുഴുവൻ പോവുകയും ചെയ്തു. വിചാരിച്ചൊന്നും കിട്ടിയില്ലെന്ന മട്ടിൽ നിന്നു. ഡെന്നി കാർ സ്റ്റാർട്ട് ചെയ്ത് വെറുതെ തിരിഞ്ഞു നോക്കി. അവിടെ ഇപ്പോഴും ചോക്ലേറ്റിന് വേണ്ടിയുള്ള അടിയാണ്. ആരോട് പറയാൻ, ആര് കേൾക്കാൻ? ഡെന്നിയുടെ കാറ് നേരെ ചെന്ന് നിന്ന് കളത്തിങ്കൽ മുറ്റത്താണ്. കല്ലറിൽ ചെന്ന് ജോർജിനെ കണ്ടിട്ട് തറവാട്ടിലേക്ക് കയറുകൊള്ളുന്ന ട്രീസിയും ഡെന്നി മുന്നേ തീരുമാനിച്ചിരുന്നു. അവരെ കാത്തു മുറ്റത്ത് തന്നെ മാലതിയും ബാലനും മായയും പ്രഭാകരനും ഉണ്ടായിരുന്നു. കാറിൽ നിന്നിറങ്ങി അവർ ഉമ്മറത്തേക്ക് കയറി. എന്തായി, അച്ഛനെ കണ്ട് തീയതി കുറിച്ച് കിട്ടിയോ? പ്രഭാകരൻ ചോദിച്ചു. ആ, ബുധനാഴ്ച സമയം കിട്ടിയിട്ടുണ്ട്. പള്ളിയിൽ വെച്ച് ഒരു ചെറിയ മിന്നേട്ട് നടത്താം. അത് കഴിഞ്ഞ് അമ്പലത്തിൽ ചടങ്ങ് വേണമെങ്കിൽ അങ്ങനെയാവാം, ട്രീസ പറഞ്ഞു.
ആ അത് നല്ലതാ. ബുധൻ എന്ന് പറയുമ്പോ ഇന്നിപ്പോ ഞായറായില്ലേ, ഇനി എന്തൊക്കെ ചെയ്യണം? മാലതി ചോദിച്ചു. അതിന് നമ്മളൊരു ചെറിയ ചടങ്ങായിട്ട് നടത്താനല്ലേ ഉദ്ദേശിക്കുന്നത്. അധികാരം ഇല്ലല്ലോ. ഡ്രസ്സൊക്കെ നാളെ പോയിട്ട് എടുക്കാം, പിന്നെ പ്രശ്നമൊന്നുമില്ലല്ലോ. ട്രീസ സമാധാനമാർഗെന്ന പോലെ പറഞ്ഞു. എല്ലാവരും അത് ശരിവെച്ച് എല്ലാവരും കൂടി അകത്തേക്ക് കയറി. ട്രീസയുടെയും ഡെന്നിയുടെയും കൺമുമ്പിലൂടെ അവർ ചിലവഴിച്ച സുന്ദരമായ ഓർമ്മകൾ കടന്നുപോയി. ജോർജ് മൊത്തം സന്തോഷത്തോടെ കഴിഞ്ഞ ആ വീട്ടിൽ ജോർജിന്റെ അസാന്നിധ്യം അവരൊരുപാട് വിഷമിപ്പിച്ചു. ട്രീസ ഒന്നും മിണ്ടാതെ അവരുടെ മുറിയിലേക്ക് നടന്നു. കുറച്ചുനേരം ഒറ്റയ്ക്കിരിക്കുന്നതാണ് നല്ലതെന്നോർത്ത് ആരും അവരെ ശല്യം ചെയ്യാൻ പോയില്ല. ഡെന്നി നേരെ മുകളിലെ തന്റെ മുറിയിലേക്ക് നടന്നു. മായയും മാലതിയും അടുക്കളയിലേക്കും അച്ഛന്മാർ പുറത്തേക്ക് നടന്നു. ലച്ചു നന്ദനെയും ഗൗരിയെയും നോക്കിയെന്ന് ചിരിച്ച് മോളെയും കൊണ്ട് ഡെന്നിയുടെ അരികിലേക്ക് പോയി. എല്ലാവരും പോയപ്പോൾ ഹാളിൽ നന്ദനും ഗൗരിയും മാത്രമായി. നന്ദൻ ഗൗരിയെ നോക്കിയെന്ന് പുച്ഛിച്ച് ഫോണുമായി സോഫയിൽ പോയിരുന്നു. വേറൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് ഗൗരി അവിടെ തന്നെ ഇരുന്നു. നന്ദൻ കാര്യമായിട്ട് ഫോണിൽ പണിയുന്ന തിരക്കിലാണ്. ഗൗരിയാണ് നന്ദനെ വായി നോക്കുന്ന തിരക്കിലും. ആ താടിയും നെറ്റിയിലേക്ക് വീണെടുക്കുന്ന മുടിയും ഫോണിൽ നോക്കി ചിരിക്കുമ്പോൾ തെളിയുന്ന നുണക്കുഴി. യാ മോനെ, ഗൗരി അറിയാതെ പറഞ്ഞുപോയി. നന്ദൻ തലയുയർത്തി അവളിൽ ഇരുത്തി നോക്കി. ഗൗരി നന്നായിട്ടൊന്ന് വിളിച്ചു കാണിച്ചു. അവൻ ചോദ്യപാത്രത്തിൽ നോക്കി. ഗൗരി ഒന്നുമില്ലെന്ന രീതിയിൽ തോളനക്കി. നന്ദൻ വീണ്ടും ലുക്കിംഗ് ഇൻ ടു ദി ഫോൺ. ഗൗരി അവനെ തോണ്ടി വിളിച്ചു. എന്താടി? അവൻ അവളെ നോക്കാതെ തന്നെ ചോദിച്ചു. എന്ത് ചെയ്യാ? അവൾ കൊഞ്ചിക്കൊണ്ട് ചോദിച്ചു. പപ്പടം കാശ് കണ്ടില്ലേ? പ്ലിങ്ങി പ്ലിങ്ങി. ഗൗരി പ്ലിങ്ങി. ആണോ? ഞാൻ കരുതി വാദിയാര് സാമ്പാറും ഒക്കെ ആയിരിക്കുന്നു. നന്ദൻ പ്ലിങ്ങിയെന്ന് നിങ്ങൾ വിചാരിച്ചില്ലേ? പക്ഷെ അവിടെ വെറും പുച്ഛം. നല്ല രീതിയിൽ ഗൗരി ഒന്ന് പുച്ഛിച്ച് അവൻ വീണ്ടും ഫോൺ തോണ്ടാൻ തുടങ്ങി. ഇതിലിപ്പോ ഇത്രയ്ക്ക് തോണ്ടാൻ മാത്രം എന്താ ഇരിക്കുന്നത്? ഇനി വല്ല പെമ്പിള്ളേരായിട്ട് വല്ല ഡിങ്കോൾഫിക്കേഷൻ? ഈശ്വര, വാദിയാര് കൈവിട്ടു പോവോ? ഗൗരി നെഞ്ചിൽ കൈവച്ച് ആത്മകഥ നടത്തി. നന്ദൻ ആരോടോ ചിരിച്ചുകൊണ്ട് ചാറ്റിംഗ് ആണ്. ദുഷ്ടൻ, എന്നോട് എപ്പോഴെങ്കിലും ഇങ്ങനെ ചിരിച്ചിട്ടുണ്ടോ? എന്നിട്ട് പിരിന്ന് കിണിക്കിട നോക്കിയേ. ഇത് ഉറപ്പായിട്ട് എന്തോ ചുറ്റിക്കളിയാ. ഗൗരി പിറുവിറുത്തു. നീ കുറെ നേരം കിടന്ന് പിറുപിറുന്ന് പറയാൻ തുടങ്ങിയിട്ട് എന്തെങ്കിലും പറയണ്ടെങ്കിൽ ഉറക്കെ പറയും, അപ്പൊ എനിക്ക് കൂടെ കേൾക്കാലോ. നന്ദൻ ഗൗരിയെ നോക്കി പറഞ്ഞു. അവളൊന്നും മിണ്ടാ മുഖം തിരിച്ചിരുന്നു. നന്ദനാണ് ഇതിനോട് പറഞ്ഞിട്ട് കാര്യം തോന്നി ഫോൺ നോക്കിയിരുന്നു. നന്ദന്റെ ശ്രദ്ധ വീണ്ടും ഫോണിലായെന്ന് കണ്ടതും അവൾ ഇടം കണ്ടിട്ട് അവനെ നോക്കി. നോക്കിയിട്ടൊന്നും കാണുന്നില്ലെന്ന് കണ്ടതും കുറച്ചുകൂടെ നീങ്ങിയിരുന്ന് നോക്കി. എന്നിട്ടും നോ രക്ഷ. അങ്ങനെ നീങ്ങി നിറങ്ങി അവൾ നന്ദനെ തൊട്ടില്ലെന്ന രീതിയിൽ ഇരിപ്പായി. എന്നാ പിന്നെ എന്റെ മടി കയറി ഇരിക്കും. നന്ദൻ അവളെ കണ്ണുട്ടിയെ കൊണ്ട് പറഞ്ഞു. ഓക്കെ താങ്ക്സ്, ഇപ്പൊ ഇരിക്കാം. ഗൗരി വേഗം അവനെ മടിൽ കയറി നിന്ന് ഫോണിലേക്ക് എത്തിക്കുത്തി നോക്കാൻ തുടങ്ങി. നന്ദൻ അവളുടെ പ്രവൃത്തിയിൽ ഒരു നിമിഷം പതറി. അരങ്ങാൻ പോലും ആവാതെ ശ്വാസം അടക്കി പിടിച്ചിരുന്നു. പക്ഷെ ഗൗരി ഇതൊന്നും അറിയാതെ ഫോണിലെന്തോ തിരയുന്ന തിരക്കിലാണ്. പുല്ല്, വെറുതെ കുറെ എക്സ്പ്രഷൻ വേസ്റ്റായി എന്ന് പറഞ്ഞു നന്ദൻ ബാക്ക് ടു നോർമൽ. എടീ ഇറങ്ങി എന്റെ മടിയിൽ. നന്ദൻ മനസ്സാന്നിധ്യം വീണ്ടെടുത്ത് അലറി. നന്ദേട്ടനല്ലേ പറഞ്ഞ് മടി കയറി ഇരിക്കാൻ? ഗൗരി നിഷ്കളങ്കതയോട് ചോദിച്ചു. അയ്യോ, പറഞ്ഞ പോലെ അനുസരിക്കുന്നത് ഇത്രയും സൽസ്വഭാവിയുടെ പെൺകൊച്ചി നാട്ടിലേ ഇല്ല. അവൻ അവളെ നോക്കി പറഞ്ഞു. താങ്ക്സ്. ഗൗരി 32 കൊല്ലം കാണിച്ചിരിച്ചു. മാറി തെണ്ടി. അവൻ അവളെ തള്ളി സോഫയിലിട്ടു. തള്ളലിന്റെയും പിടിക്കലിന്റെയും ഇടയിൽ അറിയാതെ നന്ദന്റെ കൈ തട്ടി ഫോണിലുള്ള വോയിസ് പ്ലേ ആയി. ദേ നന്ദേട്ട, കഷ്ടമുണ്ട് കേട്ടോ. ഇന്നലെ എനിക്ക് വാക്ക് തന്ന ഇന്നെന്റെ കൂടെ വരാന്ന്, എന്നിട്ട് അവസാന നിമിഷം കാലു മാറി. ദുഷ്ടൻ. നാളെ കോളേജിൽ വാ, തരുന്നുണ്ട് ഞാൻ നല്ലത്. ഫോണിലൂടെ ആ കിളി ശബ്ദം ഒഴുകിയിറങ്ങി ഒരു കൂരമ്പായി ഗൗരിയുടെ ഹൃദയത്തിന്റെ ഏകദേശം വടക്ക് പടിഞ്ഞാറേറ്റത്തായി തറച്ചു നിന്നു. അതാരാ? അവളുടെ വാക്കുകൾ ഇടറി. അത് നീ അറിയേണ്ട കാര്യമില്ല, നന്ദൻ ഗൗരവത്തിൽ പറഞ്ഞു. ഗൗരിക്ക് എവിടെയോ കേട്ടുമറന്ന ശബ്ദമായി തോന്നി. ഐശ്വര്യ മിസ്സിന്റെ സൗണ്ട് അല്ലേ അത്? അവൾ എന്തോ ഓർമ്മിച്ച പോലെ പറഞ്ഞു. ആരായാലും നിനക്കെന്താ? നന്ദൻ അവളെ മനഃപൂർവ്വം ദേഷ്യം പിടിപ്പിക്കാനായി പറഞ്ഞു. പക്ഷെ തിരിച്ച് മറുപടി പറയുന്നതിന് പകരം അവൾ മൗനമായി. നന്ദന്റെ കൂടെ വർക്ക് ചെയ്യുന്നതാണ് ഐശ്വര്യ. ഗൗരി വേറെ ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും ആ പെണ്ണുമ്പിള്ള നന്ദന്റെ കൂടെ എപ്പോഴുള്ളതുകൊണ്ട് അതിന് നന്നായി പഠിച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഇവര് തമ്മിൽ ഇഷ്ടമായിരിക്കുമോ? ഗൗരിയുടെ നെഞ്ചിൽ ഒരു വെള്ളിടി വെട്ടി. അവൾ ഒന്നുമിണ്ടാ എഴുന്നേറ്റ് നടന്നു. നീ എങ്ങോട്ടാ? അവൾ എഴുന്നേറ്റ് അവൻ ചോദിച്ചു. ഞാൻ വീട്ടിൽ പോവും, അമ്മ കാത്തിരിക്കും. അവൾ അവന്റെ മുഖത്ത് നോക്കാതെ പറഞ്ഞു ഒപ്പിച്ചു. ഇപ്പൊ ഇനി പോണ്ട, ഉച്ചയായില്ലേ, കഴിച്ചിട്ട് പോയാൽ മതി. ഞാൻ വിളിച്ചു പറഞ്ഞോ, വാ ഇടൊന്നിരിക്കും. അവൻ ഫോൺ എടുത്ത് വെച്ചിട്ട് പറഞ്ഞു. വേണ്ട, എനിക്ക് പോണം. അവൾ താഴേക്ക് നോക്കി പറഞ്ഞു. മര്യാദക്ക് വന്നിരിക്കടി, എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത്. ഒരു കാര്യം 2 തവണ പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല. നന്ദൻ കുറച്ച് കടുപ്പിച്ച് പറഞ്ഞു. ഗൗരി ഒന്നും മിണ്ടാതെ അപ്പുറത്തെ സോഫയിൽ ചെന്നിരുന്നു. അബദ്ധവശാൽ പോലും അവൾ അവനെ നോക്കിയില്ല. കണ്ണുകൾ നിറയാതിരിക്കാൻ അവൾ അവയെ ശാസിച്ചു നിർത്തി. ചുണ്ടിനിടയിൽ എന്തൊക്കെയോ പരിഭവങ്ങൾ തമ്മിൽ തല്ലുന്നുണ്ടായിരുന്നു. നന്ദൻ അവളുടെ ചുവന്ന മുഖവും മൂക്കും നോക്കിയിരുന്നു. എന്തൊക്കെയോ പിറുവിറുത്തുകൊണ്ട് ചുരിദാറിന്റെ ഷോളിൽ പിടിച്ച് വലിച്ച് ദേഷ്യം തീർക്കുകയാണ്. ശരിക്കും കൊച്ചു കുട്ടികളുടെ ഭാവം. അവൻ കണ്ണിൽ നിറഞ്ഞ പ്രണയത്തോടെയും വാത്സല്യത്തോടെയും അവളെ തന്നെ നോക്കിയിരുന്നു. ലച്ചു മിഴിയേയും കൊണ്ട് ഡെന്നിയുടെ മുറിയിലെത്തിയപ്പോൾ അവൻ തലയും തായും കട്ടിലിരിക്കുകയായിരുന്നു.
ഇപ്പൊ ഒറ്റയ്ക്ക് വിട്ടാൽ അതവന് കൂടുതൽ വിഷമമുണ്ടാക്കുന്ന ലച്ചുവിന് അറിയാം. അവൾ മെല്ലെ മിഴിയെ പുറത്തേക്ക് നിർത്തി അവൾക്ക് മുമ്പിൽ മുട്ടൂത്തിയിരുന്നു. എന്താ ലച്ചു? മിഴി അവളെ നോക്കി ചോദിച്ചു. പപ്പ അവിടെ വിഷമിച്ചിരിക്കണം. നമ്മൾ വിഷമിക്കുമ്പോൾ പപ്പയല്ലേ ഹാപ്പി ആക്കുന്നു. ഇപ്പൊ നമുക്ക് പപ്പയെ ഹാപ്പി ആക്കണം, ലച്ചു മിഴിയോടായി പറഞ്ഞു. ഓക്കെ ലച്ചു, അത് ഞാൻ ഏറ്റു. പപ്പയും നമ്മച്ചിന്ന് ഹാപ്പി ആക്കാം. ലച്ചു വെറുതെ നിന്നാ മതി, ബാക്കി ഞാൻ ശരിയാക്കാം. മിഴി ഉറപ്പുകൊടുത്തു. ലച്ചു അവിടെ കവളിയിൽ ഒരു ഉമ്മെടുത്തുകൊണ്ട് എഴുന്നേറ്റു. അവർ രണ്ടുപേരും ഡെന്നിയുടെ അരികിലേക്ക് നടന്നു. പപ്പേ, മിഴി ഡോറിൽ നിന്ന് കൊഞ്ചലോടെ വിളിച്ചു. മിഴിയെയും ലച്ചുവിനെയും കണ്ടതും അവൻ രണ്ടു കൈ കൊണ്ട് മുഖം അമർത്തി തുടച്ച് ഒരു പുഞ്ചിരി വരുത്തി. വാ കുഞ്ഞ, ഡെന്നി മിഴിയെ നോക്കി വിളിച്ചു. മിഴി ഓടി അവന്റെ നെഞ്ചിൽ പറ്റിച്ചേർന്ന് നിന്നു. ഡെന്നിയുടെ കൈകൾ അവളെ വലയം ചെയ്തു. നെറുകയിൽ അവന്റെ ചുണ്ടുകൾ പതിഞ്ഞു. മിഴിയും ആ കുഞ്ഞി കൈകളാൽ അവനെ മുറുക്കി പിടിച്ചു. പപ്പ എന്റെ അവിടെ ഇരിച്ചിനെ, ഇത് ആരുടെ വീടാ? മിഴി ചുറ്റും നോക്കിക്കൊണ്ട് ചോദിച്ചു. ഇത് മോളുടെ വീട് തന്നെയാണ്, അവനവളെ മടിയിൽ കയറ്റിക്കൊണ്ട് പറഞ്ഞു. അപ്പൊ അതും എന്റെ വീടല്ലേ? ഷൂ, എനിക്ക് എന്തോരം വീടാ അല്ലേ പപ്പേ? മിഴി സന്തോഷത്തോടെ പറഞ്ഞു. ആന്നേ, പപ്പയുടെ കുഞ്ഞിന് കുറെ വീടുണ്ട്, ഡെന്നി പറഞ്ഞു. പപ്പച്ച് മിഠായി വേണോ? മിഴി പോക്കറ്റിൽ നിന്ന് ചോക്ലേറ്റ് എടുത്തുകൊണ്ട് ചോദിച്ചു. ഡെന്നിയുടെ ഭാഗത്തുനിന്ന് മറുപടി ഒന്നും കിട്ടാതെ അവൾ തലയുയർത്തി നോക്കി. ഡെന്നി അവളെയും കയ്യിലിരിക്കുന്ന ചോക്ലേറ്റിനെയും മാറി മാറി നോക്കി. അബദ്ധം മനസ്സിലായതും മിഴിയൊരു വളിച്ച് ചിരിച്ചു. അയ്യോ പനി പാലി, മിഴി മെല്ലെ പറഞ്ഞു. നിന്നോട് ഞാൻ മുമ്പും പറഞ്ഞല്ലേ കുഞ്ഞ, എത്ര ചോക്ലേറ്റ് വേണമെങ്കിലും പപ്പ വാങ്ങിത്തരാന്ന്. ഡെന്നി അവൾ നോക്കി ചോദിച്ചു. പപ്പിനോട് ഞാനും മുമ്പ് പറഞ്ഞല്ലേ അതിലൊരു ത്രില്ലില്ലാന്ന്, മിഴിയും പറഞ്ഞു. എന്റെ കാന്താരി മുളക്. അവൻ അവളെ ബെഡിൽ ടിക്കിലി കൂട്ടി. മിഴി പൊട്ടിച്ചിരിച്ചുകൊണ്ട് അവന്റെ താടിയെ കടിച്ചു. ഡെന്നി ലച്ചുവിനെയും വലിച്ച് ബെഡിലിട്ടു. 3 പേരും കൂടി കുത്തിമറിഞ്ഞ് അവസാനം ക്ഷീണിച്ച് കിടപ്പായി. ആ മുറിയിൽ വെച്ചുള്ള ഓർമ്മകളുടെ വേലിയേറ്റത്തിൽ ലച്ചുവിന്റെ കൈകൾ ഡെന്നിയിൽ മുറുകി. അതറിഞ്ഞ പോലെ അവൻ അവളെ ചേർത്ത് പിടിച്ചു.